ആദമിന്റെ ചിരി കേട്ടുകൊണ്ടാണ് നിഹ ഉറക്കമുണരുന്നത്. ആദമിന്റെ തൊട്ടരികിൽ കിടക്കുമായിരുന്നു നിഹ. അവന്റെ ചിരി കേട്ട് അവൾ അവനെ തന്നെ നോക്കിയിരുന്നു. ഇയാൾക്കിതെന്താ വട്ടായോ? എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? നിഹ മനസ്സിൽ പറഞ്ഞു. അതെ സാർ, സാറെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? സാറിന് വട്ടായോ? അല്ല, ഇന്നലെ രാത്രി അമ്മാതിരി വട്ടത്തരങ്ങളായിരുന്നല്ലോ പറഞ്ഞത്, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അവന്റെ തുറച്ചു നോട്ടം കണ്ട് നിഹ പറഞ്ഞൊപ്പിച്ചു. നിഹ, നിനക്കറിയോ, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ എന്തൊക്കെയാ നടന്നതെന്ന് അറിയോ നിനക്ക്? ക്ലൈമാക്സ് പൊളിയാണ് കേട്ടോ. അവസാനം ഈ കാട്ടിൽ നിന്ന് നമ്മൾ എൻ്റെ വീട്ടിലെത്തി. ആദം ഇപ്പോഴും ആ സ്വപ്നത്തിൽ നിന്ന് മുക്തനായിട്ടില്ല. ആണോ? എന്നാ പറ സാർ. ആ വഴിയിൽ കൂടെ നമ്മൾ പോയാ ചിലപ്പോൾ നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റിയാലോ? പറയട്ടെ? ആദം ചോദിച്ചു. പറയന്ന്, ചിലപ്പോൾ ആ സ്വപ്നത്തിൽ വല്ല ക്ലൂ ഉണ്ടെങ്കിലോ? നിഹ ആകാംക്ഷയോടെ പറഞ്ഞു. അങ്ങനെ ആദം തൻ്റെ സ്വപ്നം മുഴുവൻ പറയാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റത് മുതലുള്ള റൊമാൻസ് തൊട്ട് അങ്ങ് വീട്ടിലെത്തി കഴിഞ്ഞുള്ള റൊമാൻസ് വരെ പറഞ്ഞു. അവൻ നാക്ക് വായിലേക്കിട്ടില്ല. അതിനു മുന്നേ സ്വിച്ചിട്ട പോലെ നിഹ ചിരിക്കാൻ തുടങ്ങി. ആ ചിരി മിനിറ്റുകളോളം നീളുന്നത് കണ്ടതും അവന് ദേഷ്യം വരാൻ തുടങ്ങി. എൻ്റെ സാറേ, സ്വപ്നം കാണാൻ വല്ല ചിലവൊന്നുമില്ലെന്നറിയാം. എന്നുവെച്ച് സ്വപ്നം കാണുന്നതിനൊരു പരിധിയില്ലേ? ഷോ, ആ പാമ്പ് കടിച്ചു, ആ പാമ്പ് തിരികെ വന്ന് വിഷമിറക്കി പോവുക എന്നൊക്കെ വെച്ചാ ഇതെന്തുവാ, നാഗിൻ സീരിയലിൻ്റെ മലയാളം പതിപ്പാണോ? എനിക്ക് ചിരിക്കാൻ വയ്യേ. ഷോ, എന്നാലും എനിക്ക് തന്നിട്ട് കേടായിരുന്നു. സാറിന് വേണ്ടി മണിക്കൂറുകളോളം ശയനപ്രദക്ഷിണ നടത്തുക. അതിനേക്കാൾ ഭേദം വിധിയെന്ന് കരുതി വിധവയാകുക എന്നതായിരുന്നു. എനിക്ക് വിധവാ പെൻഷനെങ്കിലും കിട്ടുമെന്ന് നോക്കായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞ ഇമോഷണൽ ഡയലോഗേ, ചത്താലും ഞാനത് പറയുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എൻ്റെ ജീവനാ, എൻ്റെ പ്രാണനാ, പിന്നെന്തുവാ? എന്തായാലും സ്വപ്നം വെറൈറ്റി ആയിട്ടുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ചിരി അടക്കി പിടിച്ചു എഴുന്നേറ്റ് തൻ്റെ സാരിയും ചുറ്റി ആ പഴയ കെട്ടിടത്തിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു. നിഹയുടെ പ്രവൃത്തി കണ്ട് ആദം പല്ലിഞ്ഞരിച്ചു. ഛേ, ഈ കുരുപ്പിനോട് പറയേണ്ടിയിരുന്നില്ല. ആകെ നാണക്കേടായി. ആദം ഇരുന്നിടത്ത് നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. സാർ, സ്വപ്നത്തിൻ്റെ ബാക്കി കാണുവാണോ? അതൊക്കെ വീട്ടിലെത്തിയിട്ട് കണ്ടാൽ പോരെ? ഇപ്പം സാർ ഒരു കാര്യം ചെയ്യേ, ആ കാവിലേക്കുള്ള വഴി ഒന്ന് ഓർത്തു നോക്കിക്കേ. നമുക്ക് സ്വപ്നത്തിൻ്റെ റൂട്ട് പിടിച്ചു നോക്കാം, അല്ലേ? ചിലപ്പോൾ മുന്നിൽ വഴുതെളിഞ്ഞാലോ? പിന്നെ സാർ ഒരു കാര്യം, പാമ്പിനെ ചവിട്ടി കടിയും കൊണ്ടുവന്നാൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നും ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അതല്ല ഞാൻ ആലോചിക്കുന്നത്. സാറിൻ്റെ മനസ്സറിഞ്ഞ് സ്വപ്നത്തിലും സാറിന് ഇജാതി റൊമാൻസ് സമ്മാനിച്ച സ്വപ്നദേവതയുടെ ആ മനസ്സാണ്. സാർ അതൊരിക്കലും കാണാതെ പോകരുത്. ഏതായിരുന്നു സാർ ആ വാഷ്റൂം റൊമാൻസിലെ ബീജിയം? ആ, എൻ വിണ്ണിലെ താരമേ, എന്നും എൻ നെഞ്ചിലെ ശ്വാസമേ. നല്ല സോങ് സെലക്ഷനുള്ള സ്വപ്നദേവത. അതും പറഞ്ഞ് ചിരി അടക്കി പിടിച്ച് നിൽക്കുന്ന നിഹയെ കണ്ട് ആദമിന് ദേഷ്യം അടക്കാനായില്ല. അവൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു. തൻ്റെ ഷർട്ട് എടുത്ത് ധരിച്ചു. നിഹയെ ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. നിഹ ആണെങ്കിൽ അവനിട്ട് ചൊറിയാൻ ഒരു ടോപ്പിക്ക് കിട്ടിയതിൻ്റെ ആത്മസംതൃപ്തിയോടെ നിൽക്കുമ്പോഴാണ് അവൻ തന്നെ കൂട്ടാതെ ധൃതിയിൽ പോകുന്നത് കാണുന്നത്. സാർ, സാർ, ആള് കയറിയില്ല, ഞാനുണ്ടെന്ന്. എന്നെ കൂട്ടാതിരുന്നാൽ എങ്ങനെ ശരിയാവും? പാമ്പ് കടിച്ചാൽ ആര് നെഞ്ചു പൊട്ടി കരയും? ആര് ശയനപ്രദക്ഷിണ നടത്തും? നീ അവന് പിന്നാലെ വെച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആദം ദേഷ്യം കടിച്ചമർത്ത് മുന്നോട്ട് നടന്നു. കുറച്ചു നേരം നിഹ മിണ്ടാതെ നടന്നു. ശേഷം വീണ്ടും അവന് ചൊറിയാന്ന് കരുതി വാ തുറന്നു. ദേ പാമ്പ്! നിഹ പെട്ടെന്ന് പറയുന്നത് കേട്ടതും ആദം പെട്ടെന്ന് നടത്തം നിർത്തി ചുറ്റും നോക്കി. അവിടെ ഒന്നുമില്ലെന്ന് കണ്ടതും അവൾ തന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കിയ ആദം ദേഷ്യം കടിച്ചു പിടിച്ചു നടത്തം തുടർന്നു. കുറച്ചു കഴിഞ്ഞ് നിഹ വീണ്ടും തുടങ്ങി. അയ്യോ പാമ്പേ കടിക്കല്ലേ, അയ്യോ പാമ്പേ കടിക്കല്ലേ. ഒരു പ്രത്യേക ഇനത്തിൽ അവൾ അത് പറയുന്നത് കേട്ടതും ആദം നടത്തം അവസാനിപ്പിച്ചു അവൾക്ക് നേരെ തിരിഞ്ഞു. അവൻ്റെ കണ്ണിലെ അഗ്നി കണ്ടതും നിഹ ജീവനും കൊണ്ട് ഓടി. ശേഷം മുന്നിൽ കണ്ട കുഞ്ഞു മരത്തിലേക്ക് വലിഞ്ഞു കയറി. ഇവളിതെവിടെ പോയി എന്നറിയാതെ ആദം ചുറ്റും നോക്കിയപ്പോൾ എന്നൊരു ശബ്ദമാണ് കേൾക്കുന്നത്. ഇനി പാമ്പ് വല്ലതും ആണോ എന്നറിയാൻ അവൻ ചുറ്റും നോക്കി. സാർ, ഇവിടെ ഇവിടെ. അന്നേരാണ് ആദം മരത്തിന് മുകളിലേക്ക് നോക്കുന്നത്. സോറി സാർ. തൻ്റെ ഇരു ചെവിയിലും പിടിച്ചുകൊണ്ട് സോറി പറയുന്നവളെ കണ്ടതും അവന് ചിരിയാണ് വന്നത്. എന്നാലും ഗൗരവം നടിച്ചു മരത്തിൻ്റെ ചില്ല കുലുക്കി അവളെ വീഴ്ത്താൻ നോക്കിയെങ്കിലും കുരുപ്പ് എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. അവസാനം ആദം പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ ദേ പാമ്പെന്ന് പറഞ്ഞ് നാക്ക് വായിലേക്കിട്ടില്ല. അവൾ മരത്തിൽ നിന്ന് ഒരൊറ്റ ചാട്ടായിരുന്നു. താൻ താഴെ വീണ് നടുവൊടിഞ്ഞെന്ന് കരുതി ഇരിക്കുമായിരുന്നു അവൾ. പിന്നീടാണ് മനസ്സിലാകുന്നത് താൻ നേരെ ചെന്ന് ലാൻഡ് ചെയ്തത് അവൻ്റെ കയ്യിലേക്കാണെന്ന്. തന്നെയും കയ്യിലേന്തി നടക്കുന്ന അവനെ കണ്ടപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു.
ഇനിയിപ്പോൾ വല്ല പൊട്ടക്കിണറ്റിലും കൊണ്ടുപോയി തള്ളിയാലോ? ഭാഗ്യം, വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഒടുവിൽ ഒരു അരുവിയുടെ മുൻപിലെത്തിയതും അവൻ അവളെ താഴെ ഇറക്കി. മുഖമൊക്കെയും കഴുകി ക്ഷീണം മാറ്റി തൊട്ടരികിലെ നീരുറവയിൽ നിന്നും വെള്ളവും കുടിച്ച് ഇരുവരും അരുവിയോട് ചേർന്നുള്ള പാറക്കെട്ടിൽ നിന്ന് കാറ്റുകൊള്ളുകയാണ്. ഒപ്പം നിഹ എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി അതിൻ്റെ എക്കോ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നുണ്ട്. ആദം ആണെങ്കിൽ ഇളങ്കാറ്റും കൊണ്ട് പാറയുടെ മേലെയായി ആകാശത്തിലേക്ക് നോക്കി കിടക്കുവാണ്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കുയിലിൻ്റെയും കുരുവിയുടെയും ശബ്ദം ഉണ്ടാക്കി കളിക്കുന്ന നിഹയെ നോക്കി ആദം പറഞ്ഞപ്പോൾ നിഹ അവനെ നോക്കി പുച്ഛിച്ചു. സാറിന് എന്തറിയാം, ഈ ശബ്ദം കേട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ നമുക്ക് രക്ഷപ്പെടാലോ എന്നോർത്ത് ഞാൻ ചെയ്യുന്നതല്ലേ. അല്ലെങ്കിലും സാറിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇന്നലെ സ്വപ്നം കാണുന്ന കൂട്ടത്തിൽ ഇവിടെ വല്ല ആപ്പിളിൻ്റെ മരമോ ഓറഞ്ചിൻ്റെ മരമോ ഒക്കെ ഉണ്ടോയെന്ന് കൂടി കാണാമായിരുന്നില്ലേ? എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവായിരുന്നില്ലേ? എനിക്ക് വിശന്നിട്ട് വയ്യ. നിഹയുടെ പറച്ചിൽ കേട്ട് ആദം എഴുന്നേറ്റിരുന്നു. നമ്മളുള്ളത് കാശ്മീരിലെ ഏതോ വനത്തിലാണല്ലോ അല്ലേ? അപ്പോൾ പിന്നെ ആപ്പിളും ഓറഞ്ചൊക്കെയും ഉറപ്പായും കാണും. ആദം അവളെ തിരിച്ചു പുച്ഛിച്ചു. അല്ല പിന്നെ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷർപ്പിക്കുന്ന ദൈവങ്ങളുള്ള കാടാണിത്. ഇവിടെ ആപ്പിളല്ല, ചിലപ്പോൾ പണം കായ്ക്കുന്ന മരം വരെ ഉണ്ടാവും. സാറേ, ഒന്നുകൂടെ ഉറങ്ങി ഒരു സ്വപ്നം കൂടി കണ്ടു നോക്കിക്കേ. അവൾ തനിക്കിട്ട് കൊട്ടിയതാണെന്ന് മനസ്സിലായ ആദം ഒന്നും അറിയാത്ത പോലെ തൻ്റെ കാല് നീട്ടി അവളെ വെള്ളത്തിലേക്ക് വീഴ്ത്താൻ നോക്കി. നിഹയാണെങ്കിൽ താൻ വീണു എന്ന് കരുതി കണ്ണിറുക്കി അടച്ചു നിൽപ്പാണ്. തൻ്റെ വലത് കൈയിൽ അവൻ പിടുത്തമിട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവൾ നേരിയ ആശ്വാസത്തോടെ കണ്ണു തുറന്നു. അവൻ കൈവിട്ട അവൾ താഴെ വീഴും എന്ന അവസ്ഥയിലാണുള്ളത്. പിടിക്കുന്ന പോലെ അവൾ തൻ്റെ മറ്റേ കൈ അവൻ നേരെ നീട്ടിയതും അവൻ്റെ മുഖത്ത് ഒരു തരം ചിരി വിരിഞ്ഞു. അവൻ നേരത്തെ പിടിച്ച കൈയിൽ നിന്നുള്ള പിടികൂടി അയച്ചതും നിഹ വെള്ളത്തിലേക്ക് മലർന്നടിച്ചു വീണു. അവസരം കിട്ടിയ നീ എൻ്റെ തലയിൽ കയറി നിറങ്ങും അല്ലടി ഇടിയറ്റ്. കുറച്ചു നേരം അവിടെ കിടക്ക്. കയ്യിൽ ഫോണുണ്ടായിരുന്നു, ഇപ്പം ഞാനൊരു ബീജം ഇട്ട് തന്നേനെ. എന്താണെന്നോ? എൻ കരളിൽ താമസിച്ച മാപ്പ് തരാം രാക്ഷസി. ആഹാ, എത്ര നല്ല പാട്ട്. വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന നിഹയെ നോക്കി ആദം മുകളിലെ പാറയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. സാറിനെ രക്ഷിക്ക്, എനിക്ക് നീന്താൻ അറിയില്ല, സത്യമായിട്ട് അറിയില്ല. നിഹ വെള്ളത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അറിയില്ല എങ്കിൽ ഇതോടെ പഠിച്ചോളും, ആദം പരിഹാസ രൂപേണ പറഞ്ഞു. സാർ, സത്യമായിട്ട് അറിയില്ല, ഞാൻ മരിച്ചു പോകട്ടോ, മുങ്ങി താഴുന്നതിനിടയിൽ നിഹ പറഞ്ഞു. എൻ്റെ നിഹ, ഇങ്ങനെയൊക്കെയല്ലേ നീന്താൻ പഠിക്കുന്നത്? നീ നീന്താൻ പഠിക്കുക, അതുവരെ ഞാൻ ഇത്തിരി കാറ്റ് കൊള്ളാം. സാറൊന്നും പറഞ്ഞവൾ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴ്ന്നു. കള്ളി, നിന്റെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഇന്നലെ കഷ്ടപ്പെട്ട് ഉണക്കിയ ഷർട്ടും പാൻറ്റുമാണിത്. വെള്ളത്തിൽ ചാടി ഞാനത് വീണ്ടും നനച്ചു കളയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നും പറഞ്ഞ് അവൻ വീണ്ടും പാറയിൽ കണ്ണടച്ചു കിടന്നു. ഇനിയിപ്പോൾ അവൾക്ക് ശരിക്കും നീന്താൻ അറിയില്ലേ എന്നൊരു ചിന്ത അവനിലുണ്ടായി. അതവളുടെ അടവാണ്. അടവിറക്കാൻ അവളെ കഴിഞ്ഞ ഈ ഭൂലോകത്ത് മറ്റാരും ഉള്ളൂ. ഷോ, ഇത്രയും നേരം തൻ്റെ ചെവി തിന്നുമായിരുന്നില്ലേ? ഒരു നിമിഷം ഇന്നലെ കണ്ട സ്വപ്നം അത് ശരിക്കും നടന്നിരുന്നുവെങ്കിലെന്ന് അവൾ അറിയാതെ ആഗ്രഹിച്ചു പോയി. സ്വപ്നത്തിൽ ആ പെണ്ണി എന്തൊരു സ്നേഹമായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഐ ലവ് യു പറഞ്ഞ ഓർമ്മ പോലില്ലല്ലോ ആ കുരിപ്പിന് എന്നും മനസ്സിൽ പറഞ്ഞു. അവൻ വീണ്ടും കണ്ണടച്ച് കിടന്നു. എന്നല്ലാതെ അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവൻ എഴുന്നേറ്റിരുന്ന് വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ എവിടെയും നിഹയെ കാണുന്നില്ല. ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം ഉടലെടുത്തു. ഷർട്ട് ഊരി മാറ്റി മറുത്തൊന്നും ആലോചിക്കാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. വെള്ളത്തിനടിയിൽ മുങ്ങിത്താഴ്ന്ന അവൻ അവിടെ മുഴുവൻ അവളെ അന്വേഷിച്ചു. നിഹ, നീ എവിടെയാ? അവൻ ഉറക്കെ വിളിച്ചു. അവൾ വിളി കേട്ടില്ല. അവൾക്ക് വല്ലതും പറ്റിക്കാണോ എന്ന ചിന്തയിൽ അവൻ ആകെ തകർന്നു പോയി. നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൾ അവിടെ എവിടെയില്ല എന്ന തോന്നലിൽ അവൻ വെള്ളത്തിൽ നിന്നും തിരികെ വന്ന് ഒരു ചെറിയ പാറയ്ക്ക് മേലെ ഇരുന്നു. ഇരു കാലിലും കൈമുട്ടൂന്നി മുഖം താഴ്ത്തി മുടിയിൽ കൊരുത്ത് വലിക്കുന്ന ആദമിൻ്റെ പിറകിൽ നിഹ വന്ന് നിന്നു. ഇപ്പോൾ ഞാനൊരു ബീജം ഇടട്ടെ സാർ? തൻ്റെ കാതോരം പതിയുന്ന നിഹയുടെ ശബ്ദം കേട്ടതും ആദം തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി വിജയി ഭാവത്തിൽ പുരികം പൊക്കുന്ന നിഹയുടെ കവിളിൽ അവൻ്റെ കൈ അമർന്നു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഒപ്പം അവളുടെ കവിളിൽ പിടിച്ച പിടി മുറുകി. അവൾ വേദന കൊണ്ട് പുളഞ്ഞു പോയെങ്കിലും ഒരക്ഷരം മിണ്ടിയില്ല. അവളെ വെള്ളത്തിലേക്ക് പിടിച്ചു തള്ളി. അവൻ തൻ ഷർട്ടും എടുത്തിട്ട് അവിടെ നിന്ന് നടന്നു. നിഹ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുറച്ചു അവൻ്റെ പിന്നാലെ നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടതും ആദം നടത്തു നിർത്തി ഒരു മരത്തിന് കീഴെ വന്നിരുന്നു. പുറത്ത് കടക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്നോർത്ത് അവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അതിൻ്റെ കൂടെ നിഹയുടെ ആ പ്രവൃത്തിയും കൂടി ആയപ്പോൾ ശരിക്കും അവൻ തളർന്നു പോയിരുന്നു. അവൻ നിഹയെ ശ്രദ്ധിക്കാതെ അവിടെ ഇരുന്നു. നിഹ വെള്ളത്തിൽ വീണതിനാൽ തണുത്ത് വിറയ്ക്കുന്നുണ്ട്. പേടിയോടെ അവൾ അവൻ്റെ അരികിൽ വന്നിരുന്നു.
അന്നേരം ആദം തൻ്റെ ഷർട്ട് ഊരി മാറ്റി ദേഷ്യത്തിൽ അവൾക്ക് നേരെ എറിഞ്ഞു. അവിടെ നിലത്ത് മലർന്നു കിടന്നു കണ്ണടച്ചു. നിഹ അവൻ്റെ ഷർട്ട് എടുത്തിട്ട് അവനെയും നോക്കി അവിടെ തന്നെ ഇരുന്നു. ഡ്രാക്കുളയ്ക്ക് വിഷമമായെന്ന് തോന്നുന്നു. അതിന് മാത്രം ഇയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ തള്ളിയിടുമ്പോൾ ഇതൊന്നും ഓർത്തില്ലേ? നിഹ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നുകൊണ്ട് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. ആദം കണ്ണടച്ചതേ ഉള്ളൂ. നിഹയുടെ നിലവിളി കേട്ടാണ് അവൻ കണ്ണു തുറക്കുന്നത്. ആദം എഴുന്നേൽക്കുന്നതിന് മുൻപേ 4-5 പേര് വന്ന് ചുറ്റിനു നിന്നു. ഒരുത്തൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ആദം എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവന്മാർ തോക്ക് ചൂണ്ടി അവനെ അനങ്ങാൻ പറ്റാത്ത വിധത്തിലാക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കാട്ടുകള്ളന്മാരാണെന്ന് ആദത്തിന് മനസ്സിലായി. അതിലൊരുത്തൻ നിഹയുടെ കയ്യിൽ കയറി പിടിച്ചു അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിയതും ആദത്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ആദം അവന്മാരിൽ നിന്ന് കുതറി മാറി നിഹയുടെ കയ്യിൽ പിടിച്ചവൻ നേരെ ആഞ്ഞു ചവിട്ടി. അന്നേരം അവൻ ദൂരേക്ക് തെറിച്ചു വീണു. ആദം നിഹയെ ചേർത്ത് പിടിച്ചു. നിഹ പേടിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങി. അടുത്ത നിമിഷം ബാക്കിയുള്ളവരെ ഇരുവരെയും ഒരുമിച്ച് വളഞ്ഞു. അവളെ ഇങ്ങ് വിട്ടുതാ, അവന്മാർ ആദത്തിന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇല്ലെങ്കിൽ? ആദം ഒട്ടും പതറാതെ ചോദിച്ചു. ഇല്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് അവളെ ഞങ്ങളിങ്ങ് കൊണ്ടുപോയിക്കോളാം. ഇത് കേട്ടതും ആദത്തിൻ്റെ മുഖത്ത് പുച്ഛിച്ചിരി ഇഴിഞ്ഞു. നിഹയ്ക്ക് ശരിക്കും ഭയം തോന്നി. ഇയാൾ ഇവിടെ മാസ് കാണിച്ചു എന്നെ കൊലയ്ക്ക് കൊടുക്കുന്ന തോന്നുന്നേ. ഇവിടെ ശക്തിയല്ല വേണ്ടത്, ബുദ്ധിയാണെന്ന് അവൾക്ക് തോന്നി. അവളുടെ ഉള്ളിൽ ഒരു കുരുട്ട് ബുദ്ധി ഉദിച്ചു. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിഹ പേടിയോടെ ചോദിച്ചു. ഞങ്ങൾ കൊള്ളക്കാരാണ്, നിങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ സുന്ദരിയായ നിന്നെ അങ്ങ് കിട്ടിയാൽ മതിയെന്ന് തോന്നി, ഒരുത്തൻ വഷളം ചിരിയോടെ പറഞ്ഞു. അവൻ്റെ ആ പറച്ചിൽ കേട്ട് ആദം പല്ലുഞരിച്ചു. അയ്യോ കൊള്ളക്കാരൻ ചേട്ടാ, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടത് പണമല്ലേ? ഞങ്ങളെ വെറുതെ വിട്ടാൽ ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരാം. ഞാൻ നമ്പർ ഇറക്കി. നിഹ പറഞ്ഞത് കേട്ട് അവന്മാർ ഞെട്ടി, ഒപ്പം ആദവും. എത്ര തരൂന്നാ പറഞ്ഞത്? അതിലൊരുത്തൻ കേട്ടത് വിശ്വസിക്കാനാവാതെ ചോദിച്ചു. 1 കോടി, 1 CR. അത് കേട്ടതും അവന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നീ എന്താ ഞങ്ങളെ വിട്ടിയാക്കുവാണോ? നിന്റെ കയ്യിൽ എവിടെയാ പണമുള്ളത്? എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല, പക്ഷേ ഞങ്ങളുടെ വണ്ടി പണമുണ്ട്. ഇതാരാണെന്നാണ് നിങ്ങളുടെ വിചാരം? പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ AJ ഗ്രൂപ്പിൻ്റെ ഓണറും MDയും കൂടിയാണ്. ഇദ്ദേഹത്തിന് 1 കോടി രൂപ നിസ്സാരാണ്. ഞങ്ങളെ ഒരു അപകടത്തെ പെട്ടി കാട്ടി പെട്ടുപോയതാ. ഞങ്ങളെ തിരികെ ഞങ്ങളുടെ വണ്ടിയുടെ അവിടെ എത്തിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പണം തരും. എനിക്ക് പണത്തിനേക്കാൾ വലുത് എൻ്റെ ജീവനാ. നിഹ തട്ടിവിട്ടു. എവിടെയാ നിങ്ങളുടെ വണ്ടിയുള്ളത്? അവന്മാർ ചോദിച്ചു. അത് ഞാൻ പറയില്ല. എന്നിട്ട് ഞങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് പണം എടുക്കാനല്ലേ? എന്നാൽ കേട്ടോ, പെട്ടി തുറക്കാൻ ദേ എൻ്റെ കെട്ടിയോൻ്റെ ഫിംഗർ വേണം. പെട്ടി ഫിംഗർ ലോക്കാണ്. ഇനിയിപ്പോൾ അങ്ങേരുടെ ഫിംഗർ കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ കരുതണ്ട, അത് വർക്കാവില്ല. നിഹയുടെ പറച്ചിൽ കേട്ട ആദം ഒരു നിമിഷം തൻ്റെ വിരലിലേക്കൊന്ന് നോക്കിപ്പോയി. ഈ പെണ്ണ് ഇതെന്തൊക്കെയാ പറയുന്നേ? ഇത് കേട്ട് ഇവന്മാർ എൻ്റെ വിരൽ വെട്ടിക്കൊണ്ട് പോകുന്നാ തോന്നണേ. നിഹ, നീ എന്തൊക്കെയായി പറയുന്നത്? ആദം അവളെ നോക്കി പേടിപ്പിച്ചു. ഇച്ചായ, നിങ്ങളൊന്നും പറയണ്ട. എനിക്ക് വലുത് എൻ്റെ ജീവനാണ്. 1 കോടി പോണേ പോട്ടെ. എൻ്റെ ജീവൻ തിരിച്ചിട്ടാൽ ഞാൻ ചിലപ്പോൾ ഈ കൊള്ളക്കാരൻ ചേട്ടന്മാർക്കേ 2 കോടി വരെ കൊടുത്തു എന്ന് വരും. നിഹ പറയുന്നത് കേട്ടപ്പോൾ അവന്മാരുടെ മനസ്സിലൊരു നിഗൂഢമായ ചിരി വിരിഞ്ഞു. പണം കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ കൊന്ന് ഈ പെണ്ണിനെയും കൊണ്ട് രക്ഷപ്പെടാം എന്ന ഉദ്ദേശത്തോടെ അവന്മാർ നിഹ പറഞ്ഞതിന് സമ്മതം മൂളി ഇരുവരെയും കൊണ്ട് തങ്ങളുടെ വണ്ടിക്കരികിലേക്ക് നടന്നു. കുറച്ചു ദൂരം പിന്നിട്ടതും നിഹയും ആദമിനെയും അവരുടെ വണ്ടിയിൽ കയറ്റി വണ്ടി അവിടെ നിന്ന് നീങ്ങി തുടങ്ങി. ആദം നിഹയുടെ അടുത്താണ് ഇരുന്നിട്ടുള്ളത്. ഇരുവരുടെയും തൊട്ടരികിൽ ഓരോ ഗുണ്ടകളുണ്ട്. ആദം നിഹയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വണ്ടി കാടും കടന്ന് ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങി. ഒടുവിൽ വണ്ടി മെയിൻ റോഡിലേക്ക് കടന്നുവെന്ന് തോന്നിയതും നിഹ തൻ്റെ ബുദ്ധി പിന്നെയും പ്രവർത്തിപ്പിച്ചു. അയ്യോ ഇച്ചായ, എനിക്ക് ഛർദ്ദിക്കണം, എനിക്കിപ്പോൾ ഛർദ്ദിക്കണം. ഇവന്മാരോട് വണ്ടി നിർത്താൻ പറ, ഇല്ലെങ്കിലേ ഞാൻ ഈ കൊള്ളക്കാരൻ ചേട്ടൻ്റെ ദേഹത്ത് ഛർദ്ദിക്കും എന്ന് പറഞ്ഞ് നിഹ നിലവിളിക്കാൻ തുടങ്ങി. ആദം നിഹയെ നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് എന്തോ ഒരു കള്ളത്തരം. അവന് സംഭവം പിടികിട്ടി. നിഹ വണ്ടി ഛർദ്ദിക്കുന്നത് പോലെ ചെയ്തു. അന്നേരം അവന്മാർ വണ്ടി നിർത്തി നിഹയോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഛർദ്ദിക്കാൻ പറഞ്ഞു. നിഹ ഇറങ്ങി, കൂടെ 2 പേരും. നിഹ ഇല്ലാത്ത ഛർദ്ദി വരുത്തിക്കാൻ ശ്രമിച്ചു. ഇച്ചായ, ഒന്നിങ്ങ് വന്നേ, എനിക്ക് വയ്യേ, ഒന്ന് പുറം തടവി തന്നേ, ഇല്ലേ ഞാനിപ്പോൾ ചത്തുപോവേ, നിഹ നിലവിളിച്ചു. അതിന് നീ ഛർദ്ദിച്ചില്ലല്ലോ, പിന്നെ എന്തിനു പുറം തടവണം? ഒരുത്തൻ ചോദിച്ചു. അതൊക്കെ നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾക്ക് പണം കിട്ടിയാൽ പോരെ? നിഹ അവനോട് തിരിച്ചു ചോദിച്ചു. എന്നിട്ട് വീണ്ടും നിലവിളിച്ചു. ഞങ്ങൾ തടവിയാ പോരെ? മറ്റൊരുത്തൻ ചോദിച്ചു. അമ്പട പുൾസു, ആ വേല കൈ വെച്ചാൽ മതി. അതൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ ഇച്ചായൻ തന്നെ തടവി തരാം. ചായ, ഒന്നിങ്ങ് വരൂന്നേ. ഇതൊക്കെ കേട്ട് ആദത്തിന് ചിരി വരുന്നുണ്ട്.
അവൻ ചിരി കടിച്ചു പിടിച്ചു നിന്നു. ഓ, എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യടോ, വണ്ടിയിലിരിക്കുന്ന ഗുണ്ടാ നേതാവ് ആദത്തെ നോക്കി പറഞ്ഞു. ആദം വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിഹയുടെ അരികെ വന്ന് നിന്നു. പുറം തടവാൻ തുടങ്ങി. ഇച്ചായ, അവന്മാരെന്ത് കാണാൻ നിൽക്കുക? അവന്മാരെ കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റുന്നില്ല എന്ന് നിഹ പറഞ്ഞതും ഈ പെണ്ണിനെ കൊണ്ട് തോറ്റല്ലോ എന്നും പറഞ്ഞ അവന്മാർ അല്പം മാറി നിന്നു. ഇച്ചായ, അല്ല സാറേ, എന്താ നോക്കി നിൽക്കുന്നത്? ആ നിൽക്കുന്ന രണ്ടിനെയും ചവിട്ടി കൊക്കയിലേക്ക് തള്ളിയിട്. പിന്നെ ഉള്ളത് 3 പേരല്ലേ? ഗണ്ണുള്ളത് പുറത്ത് നിൽക്കുന്ന ആ മൊട്ടത്തലേൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട. ശേഷം ആ 3നെയും ഇടിച്ച് പറത്തി വണ്ടി കയറി നമ്മൾ രക്ഷപ്പെടുന്നു. നീ അവന് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. നിഹയുടെ ഐഡിയ കേട്ട് ആദം കണ്ണും തള്ളി നിന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. നിഹയുടെ പ്ലാൻ പ്രകാരം പോലെ പുറത്ത് റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന രണ്ടിനിട്ട് ഓരോ ചവിട്ട് കൊടുത്തു. രണ്ടും കൊക്കയിലേക്ക് വീണു. അത് കണ്ട ബാക്കി 3 പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. എല്ലാത്തിനെയും ഇടിച്ചു വീഴ്ത്തി ആദം വണ്ടിയുടെ കീ കൈക്കലാക്കി. അപ്പോഴേക്കും നിഹ ഡോറും തുറന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നിരുന്നു. ഒന്നനങ്ങാൻ പോലും ആവാതെ താഴെ വീണ് കിടക്കുന്ന കൊള്ളക്കാർക്ക് ടാറ്റ കാണിക്കുന്ന നിഹയെ കണ്ട് ആദമിന് ചിരി വന്നു. വണ്ടി നീങ്ങി തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടതും, എങ്ങനെയുണ്ട് സാറേ എൻ്റെ ബുദ്ധി? നിഹ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കോളർ പൊക്കിക്കൊണ്ട് ചോദിച്ചു. അന്നേരം ആദം വണ്ടി നിർത്തി. പിന്നെ നിൻ്റെ ഒരു ബുദ്ധി, ഞാൻ അവിടെ വെച്ച് തന്നെ അവന്മാരെ ഇടിച്ച് പരത്തിയാണ്. അപ്പോഴാണ് നിൻ്റെ ഒടുക്കത്തെ ബുദ്ധി പ്രവർത്തിച്ചത്, ആദം പുച്ഛിച്ചു. എന്തോ? എങ്ങനെ? എടോ ആദം ജോൺ കളരിക്കലേ, അവന്മാരെ ഇടിച്ചു വീഴ്ത്തിയ നമ്മൾ ഇവിടെ വരെ എത്തുമായിരുന്നോ? പറ, എത്തുമായിരുന്നോന്ന്? ഇല്ല, എത്തില്ലായിരുന്നു. എടോ, തനിക്ക് എങ്ങനെയും ബുദ്ധിയില്ല. ബുദ്ധിയുള്ളവർ അംഗീകരിക്കാൻ പഠിക്കേ. ബുദ്ധിയാണ് സാറേ എൻ്റെ മെയിൻ. നീ അവനെ നോക്കി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ ശരി, ഈ ബുദ്ധിമതിയെ ഞാൻ അവിടെ എത്തിയിട്ടേ പൊന്നാടാണ് ഈ ആദരിക്കാം, പോരെ? സാറ് കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് നിഹ മിണ്ടാതിരുന്നു. അന്നേരം അവൻ അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. തൻ്റെ അരികിലേക്ക് വരുന്നവനെ കണ്ട് ഇയാളെന്തിനാ എൻ്റെ നേരെ വരുന്നത് എന്ന പോലെ അവൾ അവനെ നോക്കി. തൻ്റെ മുഖത്തോട് മുഖം അടുപ്പിക്കുന്ന ആദത്തെ കണ്ടതും നിഹ കണ്ണിറുക്കി അടച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും താൻ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ബട്ടൺ അഴിഞ്ഞു പോകുന്നത് തിരിച്ചറിഞ്ഞ നിഹ കണ്ണു തുറന്നപ്പോൾ അവൻ അവളിട്ടിരിക്കുന്ന അവൻ്റെ ഷർട്ട് ഊരിയെടുക്കുന്ന തിരക്കിലാണ്. ഒന്നും മിണ്ടാതെ അവൻ ബട്ടൺ അഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അവളെയും നോക്കുന്നുണ്ട്. അതിനിടയിൽ അവളുടെ കഴുത്തിലേക്ക് അമർത്തി മുത്തിയതും അവൾ ഒന്ന് ഏങ്ങിപ്പോയിരുന്നു. തൻ്റെ ഷർട്ട് മുഴുവനായും ഊരിയെടുക്കുമ്പോൾ അവളുടെ കവിളിലും ചുംബിക്കാൻ അവൻ മറന്നില്ല. കൂടെ കാതോരം ഒരു സോറിയും ഒരു ഐ ലവ് യു. അതോടെ നിഹ ഫ്ലാറ്റ്. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ നിഹയും ആദവും കളരിക്കൽ വീടിന് മുന്നിലെത്തി. ആദത്തിൻ്റെ സ്വപ്നം പോലെ തന്നെ പിന്നീട് ഓരോന്ന് നടക്കുകയായിരുന്നു. ആദത്തിൻ്റെ മമ്മയുടെ സെൻറ്റി ഇറക്കലും അത് കഴിഞ്ഞു ആദം ആക്സിഡൻ്റ് കഥ പറഞ്ഞതും പിന്നീട് കൊച്ചു ത്രേസ്യയുടെ ആ കൊള്ളിച്ചുള്ള ഡയലോഗും അത് കഴിഞ്ഞ് ആദത്തിൻ്റെ മാസ് ഡയലോഗും പിന്നീട് കൊച്ചു ത്രേസ്യ സെൻറ്റിയിൽ പിടിച്ച് കയറിയതും പിന്നെ എല്ലാം കഴിഞ്ഞു പപ്പ മമ്മയോട് തന്നെ അകത്ത് കയറ്റാൻ പറയുന്നതും അതുവരെയും എല്ലാം പക്കായിരുന്നു. പിന്നീട് മമ്മ മുറി കാണിച്ചു. പിന്നാലെ ആദം വന്നു. തൻ്റെ കുരുട്ടുബുദ്ധി അഭിനന്ദിച്ചു. തൻ്റെ കിസ്സടിക്കാൻ ഒരുങ്ങപ്പോൾ ദേ വരുന്നു സ്വപ്നത്തിലെ കുട്ടിപ്പട്ടാളങ്ങൾ. അല്ല, ആദത്തിൻ്റെ കുട്ടി കസിൻസുമാർ. അവന്മാർ സ്വപ്നത്തിൽ അതേ ഡയലോഗ് അടിച്ച് അവിടെ നിന്ന് പോയി. പിന്നാലെ അച്ചാച്ചൻ വിളിക്കുന്നു എന്നും പറഞ്ഞ് ആദം താഴേക്ക് പോയി. ഓ മൈ ഗോഡ്, ഇനിയല്ലേ സാറിൻ്റെ ആ റൊമാൻറ്റിക് ഭാഗത്ത് നടക്കുന്നത്? ഇല്ല, നടത്തില്ല. ഞാൻ എന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിട്ട് റൊമാൻസിക്കാനിങ്ങ് വാ, ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് മനസ്സിൽ പറഞ്ഞ നിഹ ആദത്തിൻ്റെ വാർഡ്രോബ് തുറന്ന് അതിൽ നിന്ന് അവൻ്റെ ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് തൻ്റെ സ്വപ്നം പോലെ ഓരോന്ന് നടക്കുകയാണ്. ഇനിയാണ് ഒരുമിച്ചൊരു കുളി നടക്കുന്നത്. നിനക്ക് ഞാൻ ബീജുമായിട്ട് തരാടി എന്ന് മനസ്സിൽ പറഞ്ഞ ആദം മുറിയിലേക്ക് വന്നപ്പോൾ നിഹ അവിടെ ഇല്ലായിരുന്നു. വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്നത് കേട്ടതും ആദം മുറിയുടെ ഡോർ ക്ലോസ് ചെയ്ത് വാഷ്റൂമിൻ്റെ ഡോറിൽ തട്ടി. ആരാത്? നിഹ ചോദിച്ചു. ആദം ഒന്നും വേണ്ടിയില്ല. ആരാന്ന് നിഹ വീണ്ടും തിരക്കി. ഞാനാ. ഓ സാറായിരുന്നോ? എന്താ സാർ? നീ ഡോറൊന്ന് തുറന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ സാർ, എനിക്ക് കേൾക്കാം. അതല്ല, എനിക്ക് നിൻ്റെ മുഖത്ത് നോക്കി നേരിട്ട് പറയണം. ഓ ഐ ആം സോറി നിഹ എന്നല്ലേ? ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞാൽ മതി സാർ. എടി നീ കുളിക്കുക? അല്ല, തിരുവാതിര കളിക്കുക, നിഹ പറഞ്ഞു. എന്നാ ഞാനും വരട്ടെ തിരുവാതിര കളിക്കാൻ? ആദം പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട കേട്ടോ സാറ്, ഭയങ്കര ടഫ് സ്റ്റെപ്പാണ് ഇടുന്നത്. എനിക്ക് അതൊന്നും അത്രയ്ക്കും ശരിയാവില്ല. നിഹ നീ കളിക്കല്ലേ, ഡോർ തുറന്നേ. സാറൊന്ന് പോയാട്ടെ. സ്വപ്നത്തിൽ സാറ് നല്ല ഓഫറായിരുന്നു. എനിക്കതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. ഡി അങ്ങനൊന്നും ഉണ്ടാവില്ല, നീ ഡോർ തുറന്നേ.
സോറി സാർ. അല്ല സാർ, സാറിൻ്റെ മമ്മ ഫുഡുമായി വന്നോ? അങ്ങനെ ഒരു ചടങ്ങ് കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. സാർ, കൊണ്ടുവന്നാലേ ഒറ്റയ്ക്ക് കഴിക്കല്ലേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അന്നേരം അവൻ ഒന്നും വേണ്ടാതെ വാർഡ്രോബ് തുറന്ന് ടവലെടുത്ത് ഹാളിലെ കോമൺ വാഷ്റൂമിലേക്ക് നടന്നു. ആദം കുളി കഴിഞ്ഞ് തിരികെ വന്നപ്പോഴേക്കും നിഹ കുളിയും കഴിഞ്ഞ് വന്നിരുന്നു. തൻ്റെ ഡ്രസ്സും എടുത്തിട്ട് മുടി ഉണക്കുന്ന നിഹയാണ് അവൻ കാണുന്നത്. അപ്പോഴേക്കും അവൻ്റെ മമ്മ ഫുഡുമായി വന്നു. ആദത്തിൻ്റെ ഡ്രസ്സിൽ അവളെ കണ്ടതും അവർക്ക് ചിരി വന്നു. അവൻ്റെ ഡ്രസ്സിൽ ഉറുമ്പ് കയറിയിരിക്കുന്നത് പോലെ തോന്നി. ഇരുവരോടും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അവർ താഴേക്ക് പോയി. അവർ പോയതും ആദം അവളെ ദഹിപ്പിച്ചു നോക്കി. എന്നാൽ അവളുടെ ശ്രദ്ധ മുഴുവനും മമ്മ കൊണ്ടുവച്ച ഭക്ഷണത്തിലായിരുന്നു.